അപ്പം ഞാനിന്ന് സൺഡേ സ്പെഷ്യലായിട്ട് നെയ്ച്ചോറും ബീഫ് കറിയാണ് നമുക്ക് ഉണ്ടാക്കുന്നത്. അപ്പം നെയ്ച്ചോറും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കുക്കറിലാണ് ഞാൻ വെച്ചത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് കുക്കറിൽ വെച്ചെടുക്കാവുന്നുള്ളൂ. നമ്മൾ എത്രയാണോ അരി ഇടുന്നത് അതിൻ്റെ ഇരട്ടി അളവിന് വെള്ളം ഒഴിച്ച് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്തുകൊണ്ട് നമുക്കിവിടെ നെയ്ച്ചോറ് പെട്ടെന്ന് റെഡിയായി കിട്ടും. അപ്പോൾ ഞാനത് വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തതിന് ശേഷം വേണം എനിക്ക് ബീഫ് കറി വെക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ചോറ് കണ്ടോ അധികം വേവാതെയും നമ്മൾ ഒന്നുമൊന്ന് തട്ടാതെയും നല്ല ചോറായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചോറ് മാറ്റിയതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു നെയ്യിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയും സവാളയെല്ലാം വറുത്ത് കോരി നമ്മൾ മിക്സ് ചെയ്ത് അത് ഗാർണിഷ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിളാണ് നമുക്ക് വെച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇനി അടുത്തതായിട്ട് കുക്കർ വെച്ച് നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്കത് ചൂടായതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് നമുക്ക് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് സവാള ഇട്ട് വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇഞ്ചിയും ഒക്കെ ഇവിടെ മൂത്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് അതിലേക്ക് ഒപ്പം തന്നെ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് സവാള പെട്ടെന്ന് വഴന്ന് കിട്ടും. സവാള ഉപ്പും ചേർന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് പച്ചമുളക് വേപ്പില നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇവിടെ പച്ചമുളകായാലും വേപ്പിലായാലും ഞാനിവിടെ നട്ടുപിടിപ്പിച്ച് എൻ്റെ തൈമൽ നിന്ന് തന്നെ പൊട്ടിച്ചെടുത്ത കറിവേപ്പിലയും പച്ചമുളകാണ് ഞാനിതിൽ ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തതിന് ശേഷം പിന്നെ നമ്മൾ സാധാരണ നമ്മളുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്യാണ് പതിവ്. അപ്പോൾ ഞാനിവിടെ മുളകും മല്ലിയും വേറെ വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ഞാൻ മുളകും മല്ലിയും വറുത്തത് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. മുളകും മല്ലിയും വറുത്തത് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വല്ലാണ്ട് അതിലിട്ട് മൂപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വേറെ സെപ്പറേറ്റ് വറുത്തെടുത്തതല്ലേ. അപ്പോൾ നമ്മളത് ചേർത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് 2 സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാലയും ഞാനിവിടെ പൊടിച്ചെടുത്തതാണ്. നമ്മൾ കറുവപ്പട്ടയും മറ്റേ ഏലക്കയും തക്കോലും അങ്ങനെ എല്ലാം ചേർത്ത് നമ്മൾ പൊടിച്ചെടുത്ത മസാലപ്പൊടിയാണ് കേട്ടോ. പിന്നെ നമുക്കതിലേക്ക് കഴുകി വാറ്റി വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫ് ചേർത്തതിന് ശേഷം നമുക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്ത് കുക്കറിൽ ഒരു 3-4 വിസിലടിച്ചാൽ നമ്മുടെ ബീഫ് കറി ഇവിടെ പെട്ടെന്ന് റെഡിയാവും. പണ്ടത്തെ പോലെ പണ്ട് എല്ലാവർക്കും നമുക്ക് നെയ്ച്ചോറ് വയ്ക്കുക ബീഫ് വയ്ക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരു പണി തന്നെയാണ് ബിരിയാണി വയ്ക്കൽ. ഇപ്പോൾ ഒക്കെ വളരെ സിമ്പിളാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതൊക്കെ വളരെ നിസ്സാരമായ പണിയാണെന്ന് പറഞ്ഞതുപോലെ നമുക്കൊരു 1/4 മണിക്കൂർ ഉണ്ടെങ്കിൽ ഇതെല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് കുക്കർ അടച്ച് മൂടി വെച്ച് ഒരു 3-4 വിസിലടിച്ചതിന് ശേഷം നമുക്ക് കറി റെഡി ആയിട്ടുണ്ടാവും. അതിൻ്റെ ഇടയിൽ ഞാനിതിലേക്ക് കുറച്ച് ഉരുളക്കിഴങ്ങ് ചേർക്കുന്നുണ്ട്. ഒരു 2 വിസിലടിച്ച് കഴിഞ്ഞാൽ നമുക്കത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ഉരുളക്കിഴങ്ങ് ചേർത്താൽ ഒന്നും കൂടി നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ ബീഫ് കറി നെയ്ച്ചോറാണ്. നമുക്കതിലേക്ക് ഇനി സലാഡും നമ്മളുടെ അച്ചാറും ഒന്ന് ചേർത്ത് കഴിഞ്ഞാൽ സൂപ്പറായി. അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ഞായറാഴ്ച എന്താണ് നിങ്ങൾ ഉണ്ടാക്കുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യുക. നെയ്ച്ചോറാണ്, ബിരിയാണി അല്ലെങ്കിൽ ഫ്രൈഡ് റൈസാണ്, എന്താണ് നമ്മൾ ഓരോരുത്തരെയും സ്പെഷ്യൽ. ഞായറാഴ്ച ആവുമ്പോഴാണ് എല്ലാവർക്കും ഒരു സ്പെഷ്യൽ ഉണ്ടാക്കാനുള്ളൊരു പൂതി തോന്നുക. അപ്പോൾ നമുക്ക് പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അകത്തിരുന്ന് നല്ല ചൂട്ടോടെ നല്ല നെയ്ച്ചോറും ബീഫ് കറിയൊക്കെ കഴിച്ച് ഇന്നത്തെ സൺഡേ സൂപ്പറാക്കി എടുക്കാം. അപ്പോൾ നമ്മളുടെ നെയ്ച്ചോറ് ഇവിടെ ഞാൻ അതിന് ശേഷം നമ്മളുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും സവാളയൊക്കെ വറുത്ത് കോരിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളത് പാത്രത്തിലേക്ക് ഇട്ട് നമുക്ക് സൂപ്പറായിട്ട് ചൂട്ടോടെ നമുക്ക് കഴിക്കാം. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇന്ന് എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ പരിപാടി ഇവിടെ കഴിഞ്ഞു. ഇന്നത്തെ ഊണും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കേ.